അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ഹൽവ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ക്യാരറ്റ് നമ്മൾ ഇതുപോലെ വളരെ ചെറിയായി ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് പാല് വേണം. ഇത് തല്ലാജിൽ വെച്ച പാലായതുകൊണ്ടാണ് കട്ടയായി നിൽക്കുന്നത്. ഒരു പാനിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു വേവാവുന്നത് വരെ നമ്മൾ ഇളക്കി വേവിച്ച് കൊടുക്കുക. നല്ല വേവൊന്നും ആവാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു വേവായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ കണക്കാക്കുക. ഇനി നമുക്കിതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലും പഞ്ചസാരയിലും കിടന്ന് ഈ ക്യാരറ്റ് നന്നായി വെന്ത ശേഷം നമുക്ക് തീ അല്പം ചെറുതാക്കി ഇടുക. നമുക്ക് 2 ഏലക്ക പൊട്ടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല വെന്ത ശേഷം കോൺഫ്ലവർ കലക്കിയത് അല്പം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായി ഇത് തിക്കായി വരും. തിളക്കുന്നതിനനുസരിച്ച് ഇനി തിക്നെസ് കൂടിക്കൊണ്ടേയിരിക്കും. നന്നായി കട്ട പിടിക്കാതെ ഇളക്കി യോജിപ്പിക്കുക. മധുരത്തിൻ്റെ ബാലൻസിന് വേണമെങ്കിൽ നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് തിക്നെസ് എത്ര വേണം നമുക്ക് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇപ്പം നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. നല്ല തിക്കായി, നല്ല സെറ്റായി, നല്ല വെന്ത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് ചേർത്ത് നന്നായി ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നന്നായി ജോയിൻ്റ് ആയിട്ടുണ്ട്. ചട്ടിയിൽ നിന്നൊക്കെ വേറിട്ട് പോന്നിട്ടുണ്ട്. ഇപ്പം നല്ലവണ്ണം സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ബൗളിൽ എടുത്തിട്ട് നമുക്കിതിനെ സേവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, ബദാം ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടമായ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു. വീഡിയോ